ഹായ്, എൻ്റെ പേര് ജിസ് ആൻ്റണി. സെൽഫ് ഹെൽപ്പ് ഇസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ബിഗിനേഴ്സിനും സീസൺഡ് റീഡേഴ്സിനും ഒരേപോലെ ആസ്വദിച്ച് വായിക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെന്റ് ബുക്സുമായിട്ടാണ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഗുഡ് റീഡ്സ്. വി ആർ ലിവിങ് ഇൻ എൻ ഏജ് ഓഫ് എക്സസ്. മെറ്റീരിയൽ പൊസഷൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യം എടുത്താലും ഇപ്പൊ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, കണക്ടിവിറ്റി ഉണ്ട്. ഈ ഒരു എക്സസ് നമ്മുടെ ലൈഫിനെ കൺവീനിയന്റ് ആക്കുന്നതിന് പകരം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഗ്രെഗ് മെക്യോണിന്റെ എസെൻഷ്യലിസം എന്നുള്ള ബുക്കിന്റെ റെലവൻസ്. എസെൻഷ്യലിസം ഇസ് നോട്ട് അബൌട്ട് ഹൗ ടു ഗെറ്റ് മോർ തിങ്സ് ഡൺ, ഇറ്റ്സ് അബൌട്ട് ഹൗ ടു ഗെറ്റ് ദ റൈറ്റ് തിങ്സ് ഡൺ. ലെസ് ബട്ട് ബെറ്റർ എന്നുള്ള കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണിത്. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി ബാക്കി എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ അനുസരിച്ച് ഡിസൈൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് എസെൻഷ്യലിസ്റ്റുകൾ. ഇവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ഡീഫോൾട്ട് മോഡിലാണ്. നമ്മുടെ ഡെയിലി ലൈഫ് എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും വളരെ ട്രിവിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് മറ്റുള്ളവരോട് നോ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ നമ്മുടെ തന്നെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് കൊണ്ടോ ഒക്കെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമ്മളെ ലൈഫിൽ പെർസ്യൂ ചെയ്യുന്നത്. ഇങ്ങനെ ഒരേ സമയം പല കാര്യങ്ങളുടെ പുറകെ പോകുമ്പം നമുക്ക് ഒന്നിലും എക്സൽ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സായി പോവുകയും ചെയ്യും. ഇവിടെ ഓഥർ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ ടാസ്കിനും എല്ലാ ഓപ്പർച്യൂണിറ്റിക്കും നമ്മൾ യെസ് പറയേണ്ട ആവശ്യമില്ല. ഇഫ് ഇറ്റ് ഇസ് എ ക്ലിയർ യെസ്, ഇറ്റ് ഇസ് എ ക്ലിയർ നോ. ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ ടൈമും എനർജിയും ഒക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. എപ്പോഴും ഒരു എസെൻഷ്യലിസ്റ്റിനെ പോലെ ചിന്തിക്കുക, പെരുമാറുക. എസെൻഷ്യലിസം എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ്. പേഴ്സണലി പറയുവാണെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് എസെൻഷ്യലിസം. സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ബുക്ക്. ജനറലി ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് വീണ്ടും വായിക്കുന്ന ശീലമൊന്നും എനിക്കില്ല. പക്ഷേ ദിസ് ഇസ് വൺ ബുക്ക് ഐ ഓൾവേസ് ഗോ ബാക്ക് ടു വെനെവർ ഐ നീഡ് എ ലിറ്റിൽ മോട്ടിവേഷൻ. ആറ്റമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ. ഹാബിറ്റ് ബിൽഡിങ്ങിനെ പറ്റി ഇത്ര സിമ്പിളായിട്ടും പ്രാക്ടിക്കലായിട്ടും പറഞ്ഞു തരുന്ന മറ്റൊരു പുസ്തകം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആറ്റമിക് ഹാബിറ്റ്സിൽ നിന്ന് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ചില പോയിന്റ്സ് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഒന്ന്, ഗെറ്റ് 1% ബെറ്റർ എവറി ഡേ. നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ജെയിംസ് ക്ലിയർ പറയുന്നത്, ഒരു വർഷം എല്ലാ ദിവസവും നമ്മൾ 1% വെച്ച് ബെറ്റർ ആയിക്കൊണ്ടിരുന്നാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ തുടങ്ങിയതിനേക്കാളും 37 ടൈംസ് ബെറ്റർ ആയിട്ടുണ്ടാവും എന്നാണ്. ഫോക്കസ് ഓൺ ഐഡന്റിറ്റി ഷിഫ്റ്റ്. നമ്മളൊരു ഹാബിറ്റ് ദീർഘകാലം തുടരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഐഡന്റിറ്റിയാണ്. ഹെൽത്തി ഹാബിറ്റ്സ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആള് സ്വയം ഒരു ഹെൽത്തി പേഴ്സൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നതും നന്നായി ഉറങ്ങുന്നതും ദിവസവും വർക്കൗട്ട് ചെയ്യുന്നതും ഒക്കെ അവന്റെ സ്വഭാവത്തിന് ഭാഗമായി മാറും. എവറി ആക്ഷൻ യു ടേക്ക് ഇസ് എ വോട്ട് ഫോർ ദ പേഴ്സൺ യു വിഷ് ടു ബിക്കം. സിസ്റ്റംസ് ഓവർ ഗോൾസ്. നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ലക്ഷ്യത്തിലല്ല, ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള നമ്മുടെ മാർഗത്തിലാണ്. ജീവിതത്തിൽ വിജയിക്കുന്നവർക്കും പരാജയപ്പെടുന്നവർക്കുമുള്ള ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഈ ഗോൾ നേടിയെടുക്കാനായിട്ട് ഇവർ അഡോപ്റ്റ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് ഇവരിൽ ചിലരെ വിന്നേഴ്സും ചിലരെ ലൂസേഴ്സും ആക്കുന്നത്. ഗോൾസ് വേണ്ടാന്നല്ല, അത് നമുക്ക് ഒരു ഡയറക്ഷൻ തരും, നമ്മുടെ പ്രോഗ്രസ് അളക്കാനായിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് അത് ഉപയോഗിക്കാം. പക്ഷേ വാട്ട് ആക്ച്വലി ഹെൽപ്സ് യു മേക്ക് ദ പ്രോഗ്രസ് ആർ യുവർ സിസ്റ്റംസ് ഓർ യുവർ ഡെയിലി ഹാബിറ്റ്സ്. ഇത്തരത്തിലുള്ള നിരവധി ഇൻസൈറ്റ്സും പ്രാക്ടിക്കൽ ടിപ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ആറ്റമിക് ഹാബിറ്റ്സ്. ഇതുവരെ വായിച്ചിട്ടില്ലാത്തവര് തീർച്ചയായും വാങ്ങിച്ച് വായിക്കുക. 10 വർഷം ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്തെങ്കിൽ പോലും ഫിനാൻസ് എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നില്ല. മണിയുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനായിട്ട് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരു ബുക്കാണ് ദ സൈക്കോളജി ഓഫ് മണി ബൈ മോർഗൻ ഹൗസൽ. ഒന്ന് ആലോചിച്ചാൽ ഇതിൽ പറയുന്ന മിക്ക കാര്യങ്ങളും കോമൺ സെൻസ് തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണമെന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി ഒന്ന് റെഫർ ചെയ്യാൻ പാകത്തിൽ വളരെ ക്ലിയർ ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം.
Financial success is not a hard science, it is a soft skill where how you behave is more important than what you know. അത് തന്നെയാണ് ഈ പുസ്തകത്തിൽ നിന്നുള്ള മെയിൻ ലേണിംഗ്. അതുപോലെ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാവരുത്. നമ്മുടെ സമ്പത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. വാറൻ ബഫറ്റ്, സ്റ്റീവ് ജോബ്സ് പോലെയുള്ള പല പ്രശസ്തരുടെയും ജീവിതത്തിൽ നിന്നുള്ള ചില പാഠങ്ങളും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്റ്റോറി റൊണാൾഡ് റീഡ് എന്ന വ്യക്തിയുടേതാണ്. ഇദ്ദേഹം ഒരു ഗ്യാസ് സ്റ്റേഷൻ അറ്റൻഡന്റ് ആയിട്ടും ജനീറ്റർ അല്ലെങ്കിൽ ക്ലീനർ ആയിട്ടും ഒക്കെ ദീർഘകാലം തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. 2014 92 വയസ്സിൽ മരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് വലിയൊരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നത്. ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പേരിൽ US സ്റ്റോക്ക് മാർക്കറ്റിൽ $8 മില്യൺ നിക്ഷേപം ഉണ്ടായിരുന്നു. ചെറിയ ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിക്കുന്ന പൈസ സ്ഥിരമായി ഇൻവെസ്റ്റ് ചെയ്യുകയും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയിൽ നിന്ന് ഇടയ്ക്കൊന്നും പിൻവലിക്കാതെ ഇതിനെ അവിടെ തന്നെ കോമ്പൗണ്ട് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുക വഴിയാണ് ഇദ്ദേഹത്തിന് ഇത്ര വലിയൊരു സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചത്. ജീവിതത്തിൽ മിതവ്യയം പാലിക്കേണ്ടതിൻ്റെയും സ്ഥിരമായി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസിനെ പറ്റിയും പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ പറ്റിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് റൊണാൾഡ് റീഡിന്റെ ലൈഫ് സ്റ്റോറി പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലുള്ള നിരവധി റിയൽ ലൈഫ് ഇൻസിഡൻസും ഫാക്റ്റുകളും ഫിഗറുകളും ഒക്കെ വളരെ ആസ്വാദ്യകരമായും തോട്ട് പ്രൊവോക്കിംഗ് ആയുമുള്ള രീതിയിൽ ഈ പുസ്തകത്തിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദ സൈക്കോളജി ഓഫ് മണി. അപ്പോൾ ന്യൂ ഇയർ ആണ് വരുന്നത്. 2026 ചെറിയ രീതിയിലെങ്കിലും ലൈഫ് ഒന്ന് ഇംപ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന 3 സെൽഫ് ഇംപ്രൂവ്മെന്റ് ബുക്സ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ. ബൈ.